സ്റ്റേഷന്റെ പേര് പറഞ്ഞോണ്ടിരിക്കും. ആരെ കാണാനാണ്? അഖിലിനെയും ആദർശിനെയും വളരെ നാളുകൾക്ക് ശേഷം ഒരു എന്ത് അന്നെപ്പോഴാണ് കണ്ടത്? ഗോവയ്ക്ക് പോയ അല്ലല്ല, അവര് കമ്പനിയിൽ നിന്ന് വന്ന ദിവസം കണ്ടില്ലേ? അതിന്റെ അവസാനത്തെ വ്ളോഗ് കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾ പോയി കാണുന്നു. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളിപ്പോൾ ട്രെയിൻ വന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതായിട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ട്രെയിനിൽ. അഖിലൊക്കെ ഉണ്ടാവണമായിരുന്നു. 9 മണിക്കാണ് എടുക്കണേ. ഓക്കെ, അങ്ങനെ പോയി ആലുവ 1:50 ഡിലേ ഉണ്ടാ കാണുമായിരിക്കും. എന്താ മായി പരശുരാമൻ നമ്മ പോണേതാ? നമ്മൾ പോണ ജനശതാബ്ദി. ഇതാണ് കറക്റ്റ്. അടിപൊളി. ആലുവ എത്തിയിട്ടാ. അതെത്തിയാ കറക്റ്റ് ടൈമിന് തന്നെ എത്തും. 9:40. ഞാൻ വിചാരിച്ചു ജനശതാബ്ദി അങ്ങനെ ആവണതല്ല എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. എനിക്കറിയില്ല. വ്ളോഗിന്റെ പേര് മണ്ടന്മാര് ട്രെയിൻ ഒന്നും കാണിക്കണല്ലോ അതിനകത്ത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇതാണ് പ്ലാറ്റ്ഫോം. എന്ത് ചൂടാന്നറിയോ? വീട്ടിലിരുന്ന് ഇറക്കിയാണ് ഗൈസ്. ചത്തെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര സീനാണ് AC ഇല്ലാണ്ട്. AC വാങ്ങാൻ പോണം. ഇവിടെ AC-യുടെ പടം കാണിച്ചു തരാം. വാങ്ങാൻ പോണ AC. ഇവിടെ അങ്ങനെ മറ്റേ ഇന്നലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയട്ടാ. ഫുഡ് കഴിക്കാൻ വേണ്ടി വരെ കരിഞ്ഞു പോണു. ജോജിയൊക്കെ ഹെൽമെറ്റ് അടച്ചു വെച്ചിട്ട്. ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ ജിമ്മിൽ പോകാനായിട്ടാണ്. അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ ഇരുന്ന് തന്നെ ഭയങ്കര ചൂട്. പിന്നെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ? അത് ശരിയാ. 4 മണിയായാലും ചൂടൊക്കെ ഉണ്ട്. ഞാൻ 4 മണിക്കല്ല പുറത്തിറങ്ങണേ. ഞാൻ ഒരു 6-6:30 അപ്പോഴാ പണി വരുന്നത്. സമയത്താണ്. സീറ്റ് ബെൽറ്റ് ജീവന്റെ സംരക്ഷണമാണ്. കാർ യാത്ര ചെയ്യുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം. വാഹനം പെട്ടെന്ന് നിർത്തുകയോ ഇടിക്കുകയോ ചെയ്താൽ ഡ്രൈവർ സ്റ്റിയറിംഗ് വീലും കോ ഡ്രൈവർ ഡാഷ്ബോർഡും ശക്തിയായി ഇവിടെ കാണിക്കുന്ന ട്രെയിനിൽ സീറ്റ് ബെൽറ്റ്. എത്തിയിരിക്കുന്നു. ഇതിനെ പരിചയപ്പെട്ട വീഡിയോയിൽ പേര് പറ. ശരൺ പേര്. ഇതാരും കാണൂല. 10 പേരെ കാണുള്ളൂ. പേടിക്കണ്ട, 150 പേരെ കണ്ടൊക്കെ ഉള്ളു. ഇപ്പൊ ഒരു സബ്സ്ക്രൈബറും കൂടി എന്ന് പ്രതീക്ഷിക്കും. സബ്സ്ക്രൈബ് അടിക്കാൻ പോണം. അടിക്കാൻ പോണം. അത്ര ഫുഡാണെന്ന് അറിയില്ല. കഴിക്കാം. നോർമൽ കഴിക്കാം. എവിടെ കഴിഞ്ഞ വീഡിയോ നോർത്തിലുള്ള ബെസ്റ്റ്. ഇവിടുത്തെ ആൾക്കറിയില്ല. നമ്മളിപ്പോൾ മറ്റേ ട്രെയിൻ ഇറങ്ങി എൻ്റെ ഒപ്പം എന്താ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ വന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ അഖിൽ വരും. പിന്നെ അഖിലിനൊപ്പം വേറൊരു കിടില സാധനം ഞാൻ കാണിച്ചു. കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് നീങ്ങുന്നില്ല. നമ്മൾ അലക്സ വെച്ച് കൺട്രോൾ ചെയ്യുന്ന കർട്ടനാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അലക്സ പ്ലീസ് ഓപ്പൺ ദ കർട്ടൻ എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ആയി വരും. അലക്സ ഓപ്പൺ ദ കർട്ടൻ. ഓ സീൻ. ഇതാണ് അലക്സ. ഇതാണ് വ്യൂ ഗൈസ്, നമ്മുടെ ഹോട്ടൽ വ്യൂ സീൻ. ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ സീനായിരിക്കും.
1400 അതൊക്കെ ഇവിടെ പറയണം. അല്ല വരുന്നവർ വേണമെങ്കിൽ ഹോട്ടലിന്റെ പേരും പറയാം. എന്തോന്ന് 10 പേരെങ്കിലും കാണണല്ലേ? ആ 10 പേര് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇവിടെ താമസിക്കട്ടെ. ആ 10 പേരും ട്രിവാൻഡ്രം പ്രിൻസ് പാലസ്. പ്രിൻസ് പാലസ് നമ്മൾ എത്തിയിരിക്കുന്നത് ഗൈസ്. ഇനി നമ്മൾ ടിവിയിലേക്ക് പോയി. അതിന്റെ ബാക്കിൽ ഒരാൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോ കാണിച്ചു തരാം ആരായിരുന്നു. വൈൽഡ് ഗസ്. ഈ കഥയുടെ പുറകിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. ആളെ ഞാൻ കാണിച്ചു തരാം. ഒരാളെ ഉള്ളെന്ന് പറയണത്. മിക്കവാറും 2 ആൾ കാണുമെന്ന് എനിക്കറിയില്ല. ഒരാളെ ഉണ്ടാവുള്ളല്ലേ? ഒരാളുണ്ടാവും. ആളെ ഞാൻ കാണിച്ചു തരാം. ഈ ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് കാണിച്ചു തരാം ആരാണ്. എന്തിനാ ആവശ്യത്തിനാ ഫോർത്തിൽ സ്റ്റക്കായി നിൽക്കണ അണ്ട് കുത്തി തോന്നു പോന്ന കേട്ട്. സീറോ 1-ലെത്തി. അത് തന്നെ 4-ലെത്തിയിട്ട് തിരിച്ചു വരാണെങ്കിൽ കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തു. വന്നില്ല. നോക്ക് ഗൈസ്. ഇതൊക്കെ എന്ത് കിടക്കണത്? ചുമ്മാ ഞാനത് പുതിയ ബ്ലോക്ക്. ഇന്ന് വൈകിട്ട് ഇവിടെ നമുക്ക് ലുലുമാളിൽ പോകാന്നാ വിചാരിച്ചത്. ആവശ്യമില്ല. നമുക്കിനി നാളെ രാവിലെ വർക്കല ബസ്സുണ്ട് ഡയറക്റ്റ്. വർക്കലല്ല പൊന്മുടി. അവിടെ നിന്ന് തിരിച്ച് വണ്ടി അതാ കാറാ. ഭയങ്കര പൈസ. ഒന്നുമല്ല 6 രൂപ എത്ര എന്തോ. എന്തിനും അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ബാക്കി കിട്ടും. ആദർശ് ഉണ്ടായിരുന്ന ആദർശിന്റെ കാറിന്റെ റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എടാ വണ്ടി എവിടെ അയൺമാൻ വണ്ടി ഇതാ വൈറ്റാ. അയ്യോ സോറി ഇതല്ല കേസ്. ഇതാണ് പ്രശാന്തിന്റെ അതേ വണ്ടിന്ന്. സീൻ പ്രശാന്ത് നിന്റെ വണ്ടിയാ ചെയ്യണ അതേ സാധനം. അതേ ഹെൽമെറ്റ്. എടാ അതേ ഹെൽമെറ്റ്. പട്ടിയുണ്ട് അതുകൊണ്ട് സീനില്ല. ഇത് പുതിയ എഡിഷനാ. ഇവന്റെ സെയിമിന്റെ വ്യത്യാസമുണ്ട്. പ്രശാന്ത് വൈബാണോടാ? പ്രശാന്ത് എഡിഷൻ. കൂട്ടുകാരൊന്നും പറഞ്ഞില്ലടാ ഈ വണ്ടി എടുത്തപ്പോ പ്രശാന്തിനെ വേണ്ടി. നമ്മളിപ്പോ നടക്കാൻ പോണു. പാളയം പാളയത്തുള്ള മുസ്ലിം പള്ളി. ഇതിന്റെ നേരെ ഇവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. കാണിച്ചത്. നടക്ക് പ്രശാന്ത് സ്ലോ മോഷൻ. ഓ ഇത് വൈഡാങ്ക് ഇടുമ്പോഴേ സീനാണ്. ഇവിടെ ഒരു 10 മീറ്റർ ഉള്ളൂ. അവിടെ നീ പോയിട്ടില്ല സംസമില്? നീ പോയിട്ടുണ്ടോ? ഇവിടുത്തെ സംസമില്ല നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആണോ? അല്ല ഈ പള്ളിയൊന്നും കണ്ടില്ല അപ്പൊ. ഓ ഇവനുണ്ടായിരുന്നില്ലല്ലോ അന്നും പൊന്മുടി പോയായിരുന്നു. പൊന്മുടി പോക്ക് പാർട്ടിട്ട് വന്നു. പൊന്മുടി പോകണമെന്ന് നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകാം. ഇതാണല്ലോടാ നീ പറഞ്ഞ പള്ളി. ഇത് പള്ളി. ഇതാ അത് അതും പള്ളി. ഇതും പള്ളി അതും പള്ളി. അതും പള്ളി ഇതും പള്ളി. ഫുൾ പള്ളികളൊന്നും. വാല്യൂ മീൽ സമ്പർക്കോട്ട അതന്നെ എഴുതിക്കണേ. പല ചാറ്റുകളും പുറത്തു വന്നു. അങ്ങോട്ട് മെസ്സേജ് അതിന് മുമ്പ് റിപ്ലൈ മോനെ അടുത്തയക്കാൻ വെയിറ്റിംഗ് ആണ്. വീഡിയോ കോൾ ശരിയായ പറ. എന്താ പറയാ? അവൻ യെസ് അടിക്കാൻ നോക്കിയതാ. ഓട്ടോ കറക്റ്റ് ആയിട്ട് USA പിന്നെ യെസ് അടിച്ച് പിന്നെ മയിരുന്ന് അടിച്ച് മുട്ടായി. വായി വെക്കണ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഗൈസ് നമ്മൾ അവിടെ നിന്നാണ് ഗൈസ് കഴിച്ചത്. സംസാം അടിപൊളി ഫുഡ് കിട്ടാം. കോംബോ ഓഫറും. വ്ളോഗ് എടുക്കണല്ലേ ചുമ്മാ ഫുള്ള് ഫേസിലോട്ട് തൂങ്ങിയിട്ടുണ്ട്. മറ്റേ ഊബർ ബുക്ക് ചെയ്ത് ഊബർ എങ്ങനെ സെൽഫി ഓൺ ബോർഡിൽ ജഗത്ത് വന്നിരിക്കുന്നു. ജഗത്തിന്റെ വ്ളോഗിൽ തന്നെ ജഗത്ത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ എടുക്കുന്നത്? ഇങ്ങനെ എടുത്തിട്ടുണ്ടാ? ഇല്ലടാ, ഈ ബ്ലോഗിലാണ് ആദ്യമായിട്ട് ഈ ബ്ലോഗ്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, നിന്റെ ബ്ലോഗ് ലൈഫില് ഈ ക്യാമറ ഇങ്ങനെ തിരിക്കാതെ ഈ ഒരു സെൽഫി രീതിയിൽ വീഡിയോ എടുക്കുന്നത്. അതാ ശരിയല്ലേ? ഓട്ടോയിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു. സാധാരണക്കാര് നമ്മ പിന്നെ റിച്ച തിരിക്കാൻ വേറെ നിങ്ങൾ ട്രൈ പ്രശാന്തിന്റെ സൂപ്പർ ട്രൈ. ഇതിപ്പോ നടുക്കായി പോയല്ല. ഈ ഏതൊഴി കയറാം? സീനല്ലേ? പശു ഇന്ന് അന്ന് വന്നത് അന്ന് ആളുണ്ടായിരുന്നു. അപ്പർ സൈഡാണ്. ഇവിടെ കുറച്ചുകൂടി ഏരിയ ഉണ്ടാ. ഇത് അവിടുത്തെ 150 രൂപ. ആ ഇതല്ല ഗോബിളായിട്ടല്ല, ഇതല്ല ഇത് വലിയ പോലെ പോക്കിമാനില്ല. പോക്കിമാനത് വായിരിക്കുന്നു. ബസ്റ്റർ വാങ്ങ് എവിടെ വാങ്ങുന്നില്ലേ? വലുതല്ലടാ അതാണ്. പ്രശാന്ത് തേഞ്ഞ് പ്രശാന്ത് മുമ്പി പ്രശാന്തിന്റെ ക്ലോസപ്പ് എടുത്ത് ഇത് വാങ്ങണ ഡയലോഗ് അടിച്ചല്ല. എന്നത് ചെറുതാന്നത് ചെറുതാണ്. നമ്മളെ വോട്ടണം. അതാ പറഞ്ഞ സെൽഫിയാ സെൽഫി. ആനന്ദിന്റെ എല്ലാത്തിന് പോയല്ലേ? ആനന്ദ് അന്ന് പോയപ്പോ തന്നെ സീനായിരുന്നു. പാലക്കാട് ഇവനെന്തുണ്ടാ സ്മൂത്തി കുടിച്ചിട്ടുണ്ടോ? എന്താന്ന് വെച്ചാല് നമ്മുടെ ഇവന്തിനാ ഇതിട്ടത്? ലോകേഷ് സാർ താങ്ക് യു. ആരാ? റോബിൻ. റോബിനാ? അവനെ വിളിച്ചാ ഇവനെ വിളിച്ച ബിഗ് ബോസിൽ വെച്ച് എനിക്കൊരു വിലയുണ്ടായിരുന്നു. റോബിൻ ഇതൊന്നും ഇടണ്ട, ഇത് വേണം ഫാൻസുകാർ എന്നെ മേടിച്ച് കുഴപ്പമില്ല തെരു വിളിക്കാൻ. മറ്റേ ബോബ സ്മൂത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കസ്കസ് ഇല്ലേ, കസ്കസിന്റെ വേറൊരു ഇവൻ എന്തോ വേർഷനാണ്. എന്തോ ഒരു അടിപൊളി. മറ്റേ എന്തോന്ന് കർണാടക പന്ന നമ്മളത് ഗോവയിൽ പോയപ്പോ എന്തോന്ന് വണ്ടിയിൽ കയറിയപ്പോ തൊട്ട് എനിക്ക് ബന്ന് കഴിക്കണം, ബാംഗ്ലൂർ ബന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് നീ എന്താ നമ്മളെ എടുത്ത് കഴിക്കാത്തത്? പിന്നെ എല്ലാം കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണമെങ്കിലും കഴിക്കണ്ടേ? ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ വയറ് ഫുള്ളായല്ല. പിന്നെ ദോശയും പറഞ്ഞില്ലേ, ദോശയും ബാംഗ്ലൂർ ബന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് വന്നു. അജിത്ത് 2 എണ്ണം ഓർഡർ ചെയ്തു. അത്രയും റെക്കമെൻഡ് ആണെങ്കിൽ ഞാൻ 2 എണ്ണം. എന്റെ മോനെ സീൻസാണ്. ബാംഗ്ലൂർ ബൺ പോയാടാ മീൻ കുടിക്കാൻ പറ നോക്ക്. നിങ്ങൾക്ക് ബോബോ വേണോ? ബോബോ തണുത്താണോ അത്? ബോബോ ഷെയർ അടിക്കാടാ. ഷെയർ അടിക്കാം. ബോബോ പറഞ്ഞു കൂടുതൽ വേണ്ട, ഷെയർ അടിക്കാം. ഒരു ബോബോയും നിനക്കം തരും. വെജിറ്റ് വെറുതെ വാങ്ങി. അത് തന്നെ ടേസ്റ്റ് വെക്കാം. റാപ്പ് വൈബ്സ്. ഇതാണ് ഞാൻ ഈ മാക്സി കയറിയായിരുന്നു. ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് സിനിമ കണ്ട്. നീ കുടിച്ചാ? ഞാൻ എയർപോർട്ടിൽ പോയിട്ട് അതല്ല, ഏത് ഫ്ലേവറാണ്? സ്ട്രോബറി വേണ്ട, വേറെ ഏതുള്ള ചോദിക്കാം. ഗൈസ് നമ്മളിപ്പോൾ ലുലുവിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. അതെ, ഇവിടെ നിന്ന് ഇപ്പൊ ഇൻഫോ പാർക്കിലേക്ക് എത്ര ദൂരം ഉണ്ട്? ഇൻഫോ പാർക്ക് 3-4 കിലോമീറ്റർ. ആ
നീ അവിടെ പോകണം ഇല്ലല്ലോ. അല്ല നമ്മ അത് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് അവിടെ കണ്ടൊക്കെയാന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ മറ്റേ ഇൻഫോ പാർക്കിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നത്, ടെക്നോ പാർക്കിൽ. അത് ശരിയാ. മഴ ഇവിടെ മഴയുണ്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ. അവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പൊ കൊച്ചി പോലെ നമ്മൾ അന്ന് ആദ്യം വന്നപ്പോ ഇതില്ലായിരുന്നല്ലോ. ഇല്ല ഇല്ല ഇല്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ. ആയിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളുണ്ട്, ചില സ്ഥലത്തുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ.